ഹലോ, നമസ്കാരം. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ കഥ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അതുപോലെ ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി അത് ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം കേട്ടോ. 10/5/25 കഥയാണ്. അപ്പോൾ ആദർശും നയനയും കൂടിയുള്ള സംഭാഷണമാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പിന്നെ നിന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. പണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ അന്ന് എങ്ങനെയായിരുന്നു നിന്നോട് എനിക്കുണ്ടായിരുന്ന വെറുപ്പ്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നീ എൻ്റെ മുന്നിൽ പോലും വരുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നയന ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അറിയും, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ആദർശേട്ടനോട് എന്നറിയും. അപ്പോൾ പറയും, നിനക്കറിയില്ല നീ ചെയ്ത് തെറ്ററിയും. അപ്പോൾ അത് അറിയണ്ടെങ്കിൽ അതിൽ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞൂടെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നീ അങ്ങനെ അറിയണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, കഴിയുന്നത് നീ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് എന്നറിയും. അപ്പോൾ പിന്നെ കുറേ നേരം നയന അവിടെ നിന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ആദർശ് കണ്ട കാരണം അവളെ നയന ഒരു ശല്യമായിട്ട് തന്നെയാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നയന അങ്ങോട്ട് പോകുമ്പോൾ പറയും നിൽക്കുക എന്നറിയും. അപ്പോൾ അവളിങ്ങനെ നിൽക്കും. നിൻ്റെ വിഷുവിന് പോലും ഞാൻ വരാഞ്ഞതും അതുപോലെ നിൻ്റെ അനിയത്തി പോകുമ്പോൾ വരാഞ്ഞതും നിന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ ചോദിക്കും, ഇതിൻ്റെ ഇടയിലും നയന ചോദിക്കുന്ന ചായയോ കാപ്പി എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറയുമ്പോൾ, നീ എനിക്ക് ഒന്നും എടുത്തുകൊണ്ട് വരണ്ട, അതൊക്കെ കൊണ്ടുവരാൻ ഇവിടെ വേറെ ആളുണ്ട്, നീ നിൻ്റെ പാട് നോക്കിപ്പോ എന്ന് പറയും ആദർശ്. പിന്നെ അവളൊന്നും മിണ്ടാണ്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഓഫീസിൽ പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ട് ചോദ്യം ചെയ്യും. അപ്പോൾ പറയും, ഇത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ കമ്പനിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരിമറി നടക്കുന്നത്. ഇതിന് മുന്നേ ഒരു മോഷണം നടന്നിട്ടുണ്ട് അന്ന്, പക്ഷേ എൻ്റെ സ്റ്റാഫുകൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് 100% വിശ്വാസമാണ് പറയും. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, സാറിന് ഒരുപാട് കമ്പനികളുള്ളതല്ല, ഇങ്ങനെ കടകളുണ്ടല്ലോ സാറിന്, അപ്പോൾ ആ കടയിലെ സ്റ്റാഫുകളെയൊക്കെ സാറിന് വിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് വിശ്വാസമാണ്, എൻ്റെ സ്റ്റാഫുകളെയൊക്കെ എനിക്ക് വിശ്വാസമാണ്, അവരൊരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ് എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ എനിക്കത് അതുകൊണ്ടാണ്, പിന്നെ ഇത് വെറുതെ കെട്ടിച്ചമച്ച കഥ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ മുത്തശ്ശൻ ഇതിനും മുകളിലെ ഓഫീസർമാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത് എന്തായാലും ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത് എന്ന് പറയും. അങ്ങനെ അവരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെ അപ്പോൾ അബി നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള സംസാരം. അപ്പോൾ ഒരിക്കലും അത് വിടരുത്, വേണ്ടതുപോലെ തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്നിട്ട് ആ പോലീസ് ഓഫീസറാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആ തട്ടാനും പിന്നെ ഇവരും കൂടെ അബിയും കൂടെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, പിന്നെ സാറേ ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ സാറും കൂടെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്തത്, കാരണം എനിക്ക് വേണ്ട ശമ്പളവും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് തരുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാവണില്ല എന്താണിത്, എന്തിനാണ് ഇങ്ങനെ പിന്നെ എന്നെയും കൂടെ ഇതിൽ പെടുത്തിയിരുന്നത്. സാർ അത്രയും, കാരണം മൂർത്തി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിടിപാടുള്ള ആളാണ്, എനിക്ക് ദൈവത്തെ പോലെയാണ്, നീ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനതിൽ പോയി പെട്ടതെന്നൊക്കെ അങ്ങനെ പറയും. പറയാം അങ്ങോട്ട് തനിക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, താൻ മാന്യമായിട്ടല്ലേ ജീവിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ പറയും, പിന്നെ എന്നെ സാറേ ഇതെങ്ങാനും പിടിക്കപ്പെട്ടാൽ ഞാൻ മരിച്ചു പോവും, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാം. കാരണം ഒരു പ്രാവശ്യം തന്നെ കമ്പനിയിൽ നിന്ന് സ്വർണം കളവ് പോയിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും വരയ്ക്കും സാറേ, എനിക്ക് പേടിയാണ്, അത് അറിയണോണ്ട് എന്നോട് തിരിച്ചും മറിച്ചു അന്ന് പോലീസ് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ മൂർത്തി സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, കാരണം മൂർത്തി സാറിന് അറിയായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഞാനൊരു തെറ്റും ചെയ്യെങ്കിൽ എൻ്റെ കയ്യും കാലും വരയ്ക്കും പോലീസിനെയൊക്കെ കാണുമ്പോൾ, അങ്ങനെയാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും എന്നൊക്കെ പറയും. വിളിച്ചു പറഞ്ഞാൽ എന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ ഭീഷണിപ്പെടുത്തോട്ടോ. അപ്പോൾ തനിക്കൊന്നും സംഭവിക്കില്ലട്ടോ, ഞാനല്ലേ പറയേണ്ടത്, ഞാൻ ആ പോലീസുകാരനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് പതുകം മാറിപ്പോവാനും മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതിന് ശേഷമാണ് പോലീസ് ഓഫീസിൽ വരുന്നതും ഒക്കെ. പിന്നെ അബി ആ പോലീസുകാരനെ പിന്തുടർന്ന് പോകുന്നുണ്ട് കാറിൽ. അപ്പോൾ അയാൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെക്കിങ്ങിനോ മറ്റോ നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ
സാറ് ഇത് എങ്ങനെയെങ്കിലും 1-2 മാസത്തേക്ക് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പറയും തനിക്കിങ്ങനെ പറയാം, ഇത് പിന്നെ മൂർത്തി സാർ ഇടപെട്ട കാര്യമാണ്. കാരണം ഇവിടെ നല്ല മുകളിലാണ് പിടിപാട്. അപ്പോൾ അവിടുന്ന് എനിക്ക് നല്ല ഫോഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും ഞാൻ സാറിനെ ശരിക്കും വേണ്ട പോലെ കണ്ടോളാം, സാർ ഇത് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടാവും നോക്കുക പറയും. അപ്പോൾ ഏട്ടോ താനാ പിന്നെ ഇവിടുത്തെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോല്ലേ, തനിക്ക് എന്ത് കാര്യം ഇടും ഇങ്ങനത്തെ ഓരോ പണി ചെയ്യാൻ നോക്കിയാണ് ഇൻസ്പെക്ടർ. അയാൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറയും ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണ് അറിയാം, അത് മനസ്സിലായി, തൻ്റെ കയ്യിലിരിപ്പം കൊണ്ടല്ലേ തന്നെ ഒരു സ്റ്റാഫാക്കി താഴ്ത്തി കെട്ടിയത് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കേണ്ട സാറേ എന്നൊക്കെ പറയും. അങ്ങനെ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ പറയും ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു തിരുമറി നടത്തിയിട്ടുള്ളൂ പറയും. പിടിക്കപ്പെട്ട എന്താ അവസ്ഥ എന്നറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ. അപ്പോൾ സാർ എങ്ങനെയെങ്കിലും അത് വലിച്ചു നീട്ടി കൊണ്ടുപോകും, അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങനെ താനേ കെട്ടിറങ്ങിക്കോളും. ഞാൻ അപ്പോൾ സാറിന് വേണ്ട പോലെ ഞാൻ കണ്ടോളൂ, സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും ഇതുവരെ ഇപ്പോൾ 2ാമത്തെ ട്രാൻസ്ഫറാണ് എൻ്റെ ഇതിൽ, 3ാമത്തെ പിന്നെ സ്ഥലമാറ്റമാണ്. അത് കഴിഞ്ഞ് ഇനി എനിക്ക് സസ്പെൻഷനാക്കി തരില്ലടോ പറയും. അതൊന്നുമില്ല സാറേ, ഞാൻ വേണ്ടതുപോലെ കണ്ടോളാം, ഒന്ന് ക്ലബ്ബിൽ വെച്ച് സാറിൻ്റെ കയ്യിൽ ഞാൻ കാശ് തന്നോളാം എന്നൊക്കെ അഭിങ്ങനെ പറയുകയാണ് ആ പോലീസ് ഇൻസ്പെക്ടറോട്. അപ്പോൾ അയാൾ എന്ന് പറഞ്ഞിട്ടൊരു അർദ്ധസമ്മതമുള്ളതാണ്. കാരണം ഇത് വലിയ വലിയ ആൾക്കാർ ഇടപെട്ട കാര്യമായതുകൊണ്ട് ഇയാൾക്കൊന്നും പറയാനും നിവർത്തിയില്ല. എന്നാലും കാശ് എന്ന് പറയുമ്പോൾ ആരായാലും കമ്മിന്നടിച്ച് വീഴുമല്ലോ. അപ്പോൾ അയാളും അബിയുടെ കാശിൽ വീണിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ വീട്ടിൽ ചർച്ചയാണ്. അപ്പോൾ ആദർശും പിന്നെ അതേപോലെ മൂർത്തി സാറും അജയനും എല്ലാവരും കൂടെ നിന്ന്, ജയനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതിൽ ആദ്യമായിട്ടാണ്. കളവ് നടന്നിട്ടുണ്ട്, അതിന് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം നമ്മളുടെ ജ്വല്ലറി വഴി വിറ്റഴിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല എന്നൊക്കെ മൂർത്തി സാർ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശിനെ ചീത്ത അറിയണം. പറയുക എന്താ അതിൻ്റെ തെറ്റ് മുഴുവൻ നിനക്കാണ്, കാരണം നിൻ്റെ അശ്രദ്ധ മൂലമാണ് അങ്ങനെ വന്നത് എന്നറിയാം. അപ്പോൾ നീ MD ആയിരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, നിൻ്റെ അശ്രദ്ധയും കൊണ്ട് വന്നതാണ്, അത് നിൻ്റെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. എനിക്കറിയാം മുത്തശ്ശ, അതിന് തന്നെയാണ് ഞാൻ ഇതിന് ഇത്രയും ഇതായി കാണുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ജലജ അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറയും പിന്നെ നീ തന്നെയാണ് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയും ഞാൻ എന്തായാലും ഇവിടെ മറ്റേ ഉയർന്ന ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട് തകൃതിയായിട്ട് എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും ഇത് വെച്ച് നീട്ടി കൊണ്ടുവരുത്, ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് ശരിയാവില്ല എന്നൊക്കെ പറയും. കാരണം ഇതിങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഇതിനെ ബാധിക്കും, കമ്പനിയെ ബാധിക്കും എന്നൊക്കെ പറയും. കുറേ സ്വർണ്ണക്കടക്കാരുടെ പേര് ഇപ്പോൾ തന്നെ പത്രത്തിൽ വന്നു. പക്ഷേ ഞാൻ മീഡിയയിലൊക്കെ വിളിച്ച് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പിന്നെ ഇത് വരരുത് എന്നുള്ളത് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നമ്മുടെ മീഡിയകളിലും പത്രങ്ങളിലൊന്നും നമ്മുടെ പേര് വരാത്തത് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറയും എനിക്ക് ബലമായ സംശയം അഭിയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒട്ടും ചേരാത്ത ഒരാളാണ് അവൻ ഏത് വഴിക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സംശയം അഭിനെയാണെന്ന് പറയും അജയൻ. അപ്പോൾ അത് ജയന് പറയും അതും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയും. അപ്പോൾ ജലജ ഇങ്ങനെ എന്തോ വിട്ട് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജ അറിയാം അഭിയോ, അവൻ എല്ലാവരും കൂടെ എൻ്റെ മോനാണല്ലോ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പറയും, അപ്പോൾ ആദർശ് പറയും അതല്ല, അഭി ഇപ്പോൾ നവ്യയായിട്ട് നല്ല സ്നേഹത്തിലാണ്, നവ്യ നമ്മുടെ കാര്യങ്ങളിൽ നോക്കുന്നുണ്ട്, നവ്യ അടുത്ത് പോകാൻ സമയം കണ്ടെത്തണം ഒക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ പറയും മുത്തശ്ശൻ പറയും അവൻ്റെ കാര്യം നീ ഒന്നും പറയണം, അവൻ്റെ അമ്മയും കണക്കാ, പിന്നെ അവർക്ക് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടെങ്കിൽ അവരെല്ലാവരും നല്ല സ്നേഹിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവം മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് അവൻ്റെ കാര്യമൊന്നും പറയുന്നുണ്ടാന്ന് പറയും. അവനാണ് സംശയിച്ചാൽ അവൻ പിന്നെ ഈ വീടിൻ്റെ ഉള്ളിലുണ്ടാവില്ല, പുറത്താക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവിടുന്ന് കഴിഞ്ഞപ്പോൾ ജലജ വേഗം പോവുകയാണ്. ജലജ പോണ സമയത്ത് അവിടെ അബി ഉണ്ടാവും. അബി റൂമിലിരിക്കുക. അപ്പോൾ എന്നിട്ട് വേക്കണ്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്, നീ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയോ പിന്നെയും? അവിടെ അച്ഛനും പിന്നെ ചേട്ടനൊക്കെ ആദർശമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് സ്വർണ്ണത്തിൻ്റെ ഇടപാടൊക്കെ, നീ എന്താ പിന്നെയും പോയി ചാടി വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് ആരോടൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവിടെ ചാടിക്കളിക്കും. അപ്പോൾ പറയും പിന്നെ എന്താണ് ഈ കേൾക്കുന്നത്, നീ അങ്ങനെ പോയി അബദ്ധത്തിൽ അങ്ങനെ ചാടി വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് അറിയാം കൂളായിട്ട്.
അതിൽ നീ എന്താ ഈ പറയേണ്ടതെന്ന് എനിക്കറിയോ, നമ്മളെ ഇവിടുന്ന് പുറത്താക്കും, അച്ഛൻ അതാ പറയേണ്ടത്, നീ എന്തിനാ അങ്ങനത്തെ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്. പിന്നെ അമ്മ എന്താ വിചാരിച്ചത്, എനിക്ക് ഇത്രയും കാശ് ആ പിന്നെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ടാണോ ഞാൻ ഈ ജീവിക്കുന്നതെന്ന്? ഒന്നുമില്ല, അങ്ങനെ അല്ലറ ചില്ലറ തിരിമറി കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നടക്കുന്നത്, അല്ലാണ്ട് എവിടുന്ന് എനിക്ക് പൈസ? ഇവിടെ ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു പിന്നെ കാരണവർ, പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അഭിനെ എന്നിട്ട് ഇങ്ങനെ ചീത്ത പറയാൻ കേട്ടോ ജലജ. അപ്പോൾ നീ കാരണം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണ്ടി വരും എന്നൊക്കെ പറയും. അപ്പോൾ പറയും അമ്മ എന്തിനാ ഇറങ്ങിപ്പോണ്ടത്, അമ്മ അവിടെ തന്നെ നിന്നാൽ മതി, എന്നെയല്ലേ ജയിലിൽ പറഞ്ഞേക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാം അഭി. അപ്പോൾ പറയും എടാ നീ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ മുന്നേ എന്നോടൊരു വാക്ക് ചോദിച്ചോ, നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ജലജ. പറയും അമ്മോട് ചോദിച്ച കാര്യങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടുള്ളൂ എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതിപ്പോൾ എന്താ ഈ കഥ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയുന്നുണ്ട് കേട്ടോ ജലജയോടും തിരിച്ചും. അതുപോലെ അതേ ഇതിൽ തന്നെ അഭി സംസാരിക്കും. നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് അറിയും, അമ്മയുടെ പണിയൊന്ന് നോക്കുന്നറിയും, നീ എന്നിട്ട് എന്താ ചെയ്തത്, ഈ സ്വർണ്ണമൊക്കെ നീ എന്താ ചെയ്തതെന്ന് വയ്ക്കും. അപ്പോൾ പറയും അത് ഞാൻ എൻ്റെ കയ്യിൽ വന്ന സ്വർണ്ണം ഞാൻ ഉരുളകളാക്കി ഉരുട്ടി വിഴുങ്ങി, എന്താ മതിയോ എന്ന് വയ്ക്കുകയാണ്. അപ്പോൾ പറയും നീ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നറിയില്ലേ, നിന്നെ എന്നെയൊക്കെ ഇവിടുന്ന് ഇറക്കി വിടും, അത് ഇറക്കി വിട്ട അമ്മ എൻ്റെ കൂടെ അങ്ങോട്ട് പോരെ, അല്ലാണ്ട് ഇങ്ങനെ ഇവിടുന്ന് ചത്ത് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എന്നൊക്കെ അങ്ങനെ അഭി പറയാണ്. എനിക്ക് വയ്യ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല ഇനി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ജലജ കേട്ടോ. അമ്മ വെറുതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഭി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ എന്താ പറയുക അനി ഇങ്ങനെ ആകെപ്പാടെ മൂഡ് ഓഫായി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ എന്താണ് നന്ദുവിൻ്റെ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് നോക്കണമുണ്ട്. അവളെ ഒന്ന് വിളിക്കാൻ എങ്ങനെ പറ്റും, അവളെ എങ്ങനെ കാണാതിരിക്കുക, ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഒന്നല്ല, എനിക്ക് അവളെ കാണാണ്ട പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാണാം അതേപോലെ തന്നെ നന്ദു അനിയുടെ ഫോട്ടോ എടുത്തിങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്ലൈഡ് ചെയ്തിൽ നോക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് പറയും എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞിട്ടും എൻ്റെ മനസ്സത് കേൾക്കാത്തത്, അവനെ കൂടാതെ എങ്ങനെ ഞാൻ ജീവിക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ് കേട്ടോ. എനിക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ എതിർത്തിട്ടാണെങ്കിൽ ഞാൻ അവനെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദ്യമായി ഞാൻ സ്നേഹിച്ച ആളായതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ഇതിലാണ്. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവളും ഇരിക്കുകയാണ് കേട്ടോ. പോരണ്ടിയിരുന്നില്ല, രണ്ട് മനസ്സായി, വലിയ സെറ്റപ്പിലൊക്കെ തന്നെയാണ് റൂമിലൊക്കെ കഴിയണതൊക്കെ. അപ്പോൾ അതിൽ കാണാൻ നമ്മളുടെ ഇവിടെ വീട്ടിൽ ഗോവിന്ദനും അച്ഛനും അമ്മയും ഗോവിന്ദനും കനകയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് സങ്കടം പറയും. മോളുടെ ഒരു വിവരമില്ല, അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവളില്ലാത്തതിൻ്റെ വിഷമം മനസ്സിലായത് എന്നൊക്കെ പറയും. ഇനി കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിലാവും അവളുടെ ശ്രദ്ധ മുഴുവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ ജലജയും ഗോവിന്ദനും കൂടെ. അപ്പോൾ പറയും നീ ഒന്ന് വിളിച്ചോ മോളെ വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല അറിയാം. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരും. നവ്യ വന്നിട്ട് പറയും, നവ്യോട് വയ്ക്കും ഗോവിന്ദൻ നീ വിളിച്ചിരുന്നോ, പിന്നെ നന്ദുവിനെ വയ്ക്കുമ്പോൾ ഇല്ല വിളിച്ചിരുന്നില്ല, ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു ഇടയ്ക്കെന്നറിയും. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട, അവൾ നല്ലൊരു കാര്യത്തിനല്ലേ പോയത്, പിന്നെന്താ എന്നൊക്കെ പറയും. അപ്പോൾ പറയും അവൾ ഇനി അനിയനെയൊക്കെ വിളിക്കേണ്ടതാണ് അതുപോലെ എന്നറിയും. വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കും. എന്തായാലും ഞാനൊന്ന് നന്ദുവിനെ വിളിക്കാം എന്നറിയാം. അങ്ങനെ നന്ദുവിനെ വിളിക്കുക. അപ്പോൾ ഇരുന്ന് എന്തോ എന്തോ ചെയ്യുമ്പോഴാണ് നന്ദുവിനെ വിളിക്കുന്നത്. അപ്പോൾ നന്ദു ഫോൺ എടുക്കുമ്പോൾ നവ്യേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അപ്പോൾ പറയുക മോളെ നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ നോക്കുകയാണെന്ന് അറിയാം. അപ്പോൾ പറയും പിന്നെ നിനക്ക് സുഖമില്ലേക്കുമ്പോൾ സുഖമാണ്, അവിടുന്ന് പോകുന്ന ശേഷമാണ് ചേച്ചി ഭയങ്കര വിഷമമായത്, പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുകയാണ് അറിയാം. അതൊക്കെ കുറച്ച് ദിവസത്തെ വിഷമമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറും മോളെ, ഇത് ട്രെയിനിങ്ങിൻ്റെ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ തീരും എന്നൊക്കെ ഇങ്ങനെ പറയും നവ്യ. അപ്പോൾ അറിയാം ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുക്കുക, അവരൊക്കെ നല്ല വിഷമത്തിലാണ് പറയും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊടുക്കും. ഗോവിന്ദൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ പറയും മോളെ ഇങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല അച്ഛാ, അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഉള്ള വിഷമം തന്നെയുള്ളൂ, അച്ഛന് സുഖം തന്നെ ഇല്ലേക്കുമ്പോൾ അത് സുഖമാണ് എന്നൊക്കെ പറയും. അതിനോർത്ത് പറയുന്ന അമ്മ വെച്ച് ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാമെന്നറിയും. അമ്മയുടെ അടുത്ത് കൊടുക്കുമ്പോൾ അമ്മ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അമ്മയ്ക്ക് മേൽക്കൊന്നും പറയില്ല, രണ്ടാളും കരയും. അപ്പോൾ പറയും എന്ത് മോളെ സുഖമല്ലേ വയ്ക്കുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, അപ്പോൾ അമ്മയെ കാണാഞ്ഞിട്ട് എനിക്കൊരു സമാധാനം ഇല്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അറിയും. അപ്പോൾ നന്ദൂട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി അടിക്കുകയാണ് കനക. അപ്പോഴേക്കും നവ്യ എന്നിട്ട് വന്നു, അത് ശരി ഇത് കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത് തന്നത്, എന്തിനാ കറിയൊന്നും വേണ്ട, നീ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അതിൽ മാത്രമാവും നിൻ്റെ ശ്രദ്ധ എന്നൊക്കെ പറയാം. അപ്പോൾ നീ നയനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും നവ്യ. ഞാൻ വിളിച്ചിട്ടില്ല, എന്നെയും വിളിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ പറയാം ആദർശേട്ടനും നയന ചേച്ചിയുള്ള പിണക്കൊക്കെ മാറി വയ്ക്കുമ്പോൾ അറിയില്ല, പിണക്കം മാറിയെന്തോന്ന് അറിയില്ല, പക്ഷേ അവളെ നീ വിളിക്കണം കേട്ടോ അറിയും. അപ്പോൾ ഞാൻ വൈകുന്നേരം വിളിക്കാം
ചേച്ചി എന്നൊക്കെ പറയും ശരി എന്നാൽ നീ സന്തോഷമായിട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മളുടെ നവ്യ നന്ദുവിനോട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ സംസാരിക്കുന്നതാണ്. പിന്നെ അപ്പോൾ കനക ചോദിക്കുക, അനിയെങ്ങാനും വിളിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയെങ്ങാനും പോയി കാണുമോ എന്താണെന്ന് അറിയുമ്പോൾ. അപ്പോൾ നവ്യ അറിയും, പോയി കാണുക വിളിക്കുക ചെയ്യട്ടമ്മേ, അല്ലാണ്ട് നമ്മളെന്തിനാ അവരുടെ മനസ്സ് മാറ്റാൻ നിൽക്കുന്നത് കുട്ടികളുടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലെ കഥ. ഇപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരും, ക്ഷമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.